Hey my angels, and Aishwarya and welcome to our channel Blush with Ash and welcome to yet another day in my life. ഇന്ന് നമുക്ക് സൺഡേ ആണ് കേട്ടോ. വീക്കെൻഡുകൾ നമുക്കൊന്ന് ചെറുതായിട്ട് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, സമയം വന്നിട്ട് 7 മണിയായിട്ടുള്ളൂ. ഞാൻ എൻ്റെ വാക്കിങ്ങിന് പോകാൻ വേണ്ടി എണീറ്റേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 30-ാം തീയതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 100 days ഓഫ് ചാലഞ്ചിൻ്റെ അകത്ത് 26 ആയിട്ടോ. 4 ദിവസം നമ്മൾ നാട്ടിലത്തെ ഇവന്റിന് പോയപ്പോഴത്തേക്കും മിസ്സായി പോയല്ലോ. അപ്പോൾ 26 days ആയി ഇന്ന്. എൻ്റെ അമ്മേ, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ ബോഡിയിൽ വന്ന ചേഞ്ചസ്, അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ഞാൻ എന്തൊക്കെ ചേഞ്ചസ് വന്നുള്ളത് ഞാൻ എൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ. ഓക്കെ, എന്നാലും എന്നെ കാണുന്നവർക്ക് അറിയാം നല്ലോണം വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ആ എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐ ഫീൽ സോ ഗുഡ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങളിന്ന് വാക്കിംഗ് പോകാൻ വേണ്ടി പോവാണ്. 7:30 നമ്മൾ വാക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. തലയിൽ മുല്ലപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാറ്റർഡേ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് ഇന്നലെ മുല്ലപ്പൂ വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ മുല്ലപ്പൂ വാങ്ങിയത് തന്നെ എനിക്കൊന്ന് 8 മണിയോ 7:30 ആണ്. അപ്പോൾ പിന്നെ എനിക്കത് ഊരിക്കളയാൻ തോന്നിയില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു 11 മണി വരെ മുല്ലപ്പൂ വെച്ചിട്ട് ആ മുല്ലപ്പൂ വാടിയില്ല. വാടാത്തത് കൊണ്ട് എനിക്ക് ആ മുല്ലപ്പൂ എടുത്ത് കളയാൻ തോന്നിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ വയ്ക്കണത്. അപ്പം എന്ത് ചെയ്തു, ഞാൻ മുടിയിൽ കിട്ടിയിട്ടൊന്ന് വെച്ച് കിടന്ന് ഉറങ്ങി അങ്ങോട്ട്. ഇനിയിപ്പോൾ ഇതെടുത്ത് കളയാൻ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല മണമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എൻ്റെ മുല്ലപ്പൂ ഭ്രാന്ത് കാരണം എൻ്റെ അടുത്ത് അച്ഛനും അമ്മയൊക്കെ പറയുന്നത് മുല്ലപ്പൂ കച്ചവടക്കാരനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറയും. അപ്പം അങ്ങനെ അതൊക്കെ നമ്മുടെ പെമ്പിള്ളേർ കുറേ പേരെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. പിന്നെ മീനിലാണ് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് എന്നെ മീൻകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. മൈലാഞ്ചി ഇടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മൈലാഞ്ചി മുസ്ലിമിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മുല്ലപ്പൂ വയ്ക്കാം, മൈലാഞ്ചി ഇടാം, പൂവ് വെക്കാം, അല്ല മുല്ലപ്പൂ വയ്ക്കാം, മൈലാഞ്ചി ഇടാം, മീൻ കഴിക്കാം. അപ്പോൾ ഐ വാസ് ലൈക്ക് വെരി ഹാപ്പി. അപ്പോൾ അതാണ് ഒരു കുഞ്ഞുകഥ എന്തെങ്കിലും ചുമ്മാ പറഞ്ഞുള്ളൂ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒബ്സെഷനുള്ള പെമ്പിള്ളേരൊക്കെ ഒരു പ്രായത്തിൽ മേ ബി എൻ്റെ ജനറേഷനുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആരും എണീറ്റിട്ടില്ല. ബിക്കോസ് എല്ലാവർക്കും സൺഡേ കിടന്ന് ഉറങ്ങാണ്. എനിക്ക് പിന്നെ അങ്ങനെ ഞാനിപ്പോൾ ഈ റുട്ടീനിലോട്ട് ഭയങ്കര അഡ്ജസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ എണീക്കുന്ന സമയമാകുമ്പോൾ എണീക്കുവന്നേ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓർക്കും വൈകുന്നേരം നടക്കാൻ പോയാലോ എന്നൊക്കെ ഓർക്കും. പക്ഷേ ഞാൻ ആ സമയത്ത് എങ്ങനെ വന്നാലും എണീറ്റിട്ട് എൻ്റെ ഉറക്കം പോയിട്ട് അവിടെ കിടക്കാം. അപ്പോൾ അയാളുമ്പോൾ രാവിലെ ആ പരിപാടി അങ്ങ് തീർക്കണമല്ലേ. അപ്പോൾ ഇത് നമ്മൾ നടക്കാൻ വേണ്ടി പോകണതുകൊണ്ട് നമുക്കങ്ങനെ പോസ്റ്റ് വർക്കൗട്ട് ഡ്രിങ്കുകളൊന്നും അങ്ങനെ വലിയ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വെള്ളം കുടിച്ചിട്ടാണ് പോകാറുള്ളത്. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മളെ കൂടെ ദീപുണ്ട്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞങ്ങൾ ലേക്കിൽ പോയി ഡാൻസ്, എൻ്റെ ഡാൻസിൻ്റെ വീഡിയോ കൂടി ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഇൻഡോർ ഡാൻസ് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടേക്കുള്ള ഡാൻസ് കളിക്കണം. ചുമ്മാ നമുക്ക് ലേക്കിന് അവിടെ എന്തായാലും പോവുകയാണല്ലോ, അവിടെ ഇപ്പോൾ ഡാൻസ് വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ഡ്രസ്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചിട്ട് നമുക്ക് വേഗം റെഡി ആവാൻ പോവാം. യെസ്, നല്ല വാം വാട്ടർ ആക്കിയിട്ടുണ്ട് ഞാൻ. കുടിച്ചിട്ട് നമുക്ക് ഇവിടെ റെഡി ആവാം. ചലോ നമുക്ക് ഒരു ഡ്രസ്സ് ആദ്യം സെലക്ട് ചെയ്യാം. വൈദ്യുതി ഒരു ആമസോണിൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ട്രാക്ക് പാൻസ് വാങ്ങിച്ചതാണ്. അതിൻ്റെ കൂടെ മാച്ച് ആവണത് വല്ലോം ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ഗ്രീൻ ട്രാക്ക് പാൻസ് ആണ്. ഇത് നമുക്ക് സെറ്റ് ആവുമെങ്കിൽ ഇതിന് വേണ്ടി ഒരു നല്ല ടോപ്പ് എടുത്താൽ മതിയല്ലോ. കൊള്ളാം, ഇത് കൊള്ളാം. ഇതിൻ്റെ കൂടി നമുക്ക് മാച്ച് ആവാൻ എന്തെങ്കിലും ടോപ്പ് എടുക്കട്ടെ. ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ് എങ്ങനെയുണ്ട് നോക്കണം. ഇട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഒരു ബ്ലാക്ക് ഷൂസാണ് ഞാൻ വാക്കിങ്ങിന് പോകുമ്പോൾ ഇടുന്നത്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ സെറ്റ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഇട്ടിട്ട് വരാം. വാക്കിങ്ങിന് പോകാനത് ഓർമ്മ, ഷൂട്ടിങ്ങിന് പോകാനത് അറിയില്ല കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല സൗകര്യമാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രാക്സ് ആണ്. ആൻഡ് ഓൾസോ ഡ്രസ്സസ് ഓൾസോ ഗുഡ്. നമുക്ക് ബാക്കിയൊക്കെ ചെയ്തതിന് ശേഷം ശർമ്മ റെഡിയാവും. ഓക്കെ, ഉള്ളല്ലേ മുല്ലപ്പൂ മാറ്റിട്ട് ആദ്യം. ഞാനപ്പോൾ ഫുൾ റെഡി ആയി കഴിഞ്ഞു.
ഷൂസൊക്കെ ഇട്ട് സെറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടോ. വാക്കിങ്ങിന് കുറച്ച് ഓവറാണെന്നറിയാം, പക്ഷേ ഷൂട്ടിങ്ങും കൂടെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. സോ ഞാൻ വേഗം തന്നെ ഇറങ്ങട്ടെ. ഇന്ന് ദീപ അവിടെ എത്തിയതാണ്. നമുക്കപ്പോൾ ദീപിനെ പെടുക. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. ഈ സ്റ്റൈൽ അങ്ങോട്ട് സ്റ്റൈലാക്കിയാലോ എന്ന് അങ്ങനെ ആലോചിക്കണം. അതായത് ഡെനിമിനേക്കാളും നമ്മുടെ ട്രാക്ക് പാൻസ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാനിത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ട്രൈ നോക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് സ്ഥിരം തന്നെ ഇടുന്നത്. അപ്പം ഐ തോട്ട് ലൈക്ക് ഇങ്ങനെ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയാലോ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്രോപ്പ് ടോപ്പും ഡെനിമും ട്രാക്സും കൊള്ളാം. നമുക്ക് പോകാം. നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ലേക്കാണ് ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. ഒരു 2-2.5 കിലോമീറ്ററാണ് ഒരു റൗണ്ട്. ഒരു 20-25 മിനിറ്റ് ഒക്കെ എടുക്കും നടക്കണം. അപ്പം നമ്മൾ സൺഡേ ഇവിടെ ഒന്ന് ഒരു 4-5 കിലോമീറ്റർ നടക്കുമ്പോൾ നല്ല രസമാണ്. ദീപക്കുട്ടിയാ നേരത്തെ എത്തി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ റെഡി ആവുകയായിരുന്നു. ഞാൻ വാക്കിംഗ് ആൻഡ് ഡാൻസിങ് അപ്രോപ്രിയേറ്റ് ആയിട്ട് റെഡിയായി. അതെ, എങ്ങനെയുണ്ട്? മതിയാവൂലേ? ഞങ്ങൾ രണ്ടേരും കൂടെയാണ് ഈ ഡാൻസ് കളിക്കാന്ന് വിചാരിച്ചത്. എന്നിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊന്നും അല്ല സ്റ്റെപ്പ്. പോസ്റ്റ് ചെയ്ത് മാനം കപ്പലേറിയത്. നമ്മളെ മറ്റേ സായി അഭിയാന്റെ പുതിയ പാട്ടില്ല ആസൈക്കൂടെ, അത് ഞങ്ങൾ ഏതോ ഒരു ക്രിയേറ്ററിന്റെ ഡാൻസ് തന്നെ പഠിച്ചു. അത് തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടാ പഠിച്ചിട്ടോ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒറിജിനൽ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റെപ്പ് വേറെ, അതുവേ ഇത് എങ്കയോ കിടക്കണടാ. ആ കൊച്ചു വെറുതെ കളിച്ച് കോംപ്ലക്സ് ഒക്കെ ഇതുള്ളത്. വളരെ സിമ്പിൾ സ്റ്റെപ്പ് ഭയങ്കര കോംപ്ലക്സ് ആയി കളിച്ച് ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ച്. ഞങ്ങളാണെങ്കിൽ ഡപ്പാങ്കുത്ത് മാത്രം കളിച്ച് ശീലമുള്ള ആൾക്കാർക്ക് ഈ ഫ്രീ സ്റ്റൈലൊന്നും വരണമില്ല. ഒഴുകുന്നില്ല നമ്മുടെ ശരീരം. നമ്മളുടെ ബോഡി ഈസ് ബിൽഡ് ഫോർ ഡപ്പാങ്കുത്തുള്ളി. അപ്പൊ നമ്മള് മാക്സിമം ട്രൈ ചെയ്യും. നമുക്ക് ചിരി വരികയായിരുന്നു സത്യം പറഞ്ഞാൽ. അതാണ് നമ്മളിങ്ങനെ ഭയങ്കര ഫ്രീ സ്റ്റൈൽ ഡാൻസ് ഹിപ്പ് ഹോപ്പ് കളിക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ മുഴുവൻ മറ്റേ രണ്ടെണ്ണക്കാണ്. അതുകൊണ്ട് അമ്മാതിരി സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ചിരിച്ച് ഒരു വഴിയായി എന്റെ ദൈവമേ. അപ്പൊ നമ്മൾ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. അതെ അതെ. അങ്ങനെ ഞങ്ങൾ 1.5 റൗണ്ടിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഐശ്വര്യ ഫുൾ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഡാൻസ് കളിച്ചതുകൊണ്ട് ഫുൾ കാർഡിയോ ആയിട്ടുണ്ട്. എനിക്കായിട്ടുണ്ട്. അതെ, പിന്നെ ഞാൻ എന്റെ വീഡിയോഗ്രാഫർ വന്നത്. പിന്നെ വീഡിയോ എടുത്ത് എന്റെ എനർജിയും കുറച്ച് പോയിട്ട് അതൊക്കെ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ബിക്കോസ് ആൾക്കാർ നടക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. എന്നാൽ ഒരു 45 സെക്കൻഡ് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. അതൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ വീഡിയോ എടുക്കണല്ലേ, കഷ്ടപ്പെടല്ലേ അല്ലേ? ആ, അപ്പൊ നമ്മളങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ തിരിച്ചു പോട്ടോ. നമ്മൾ കഴിഞ്ഞു. നമുക്ക് നടപ്പുമായിട്ടുണ്ട് അല്ലേടാ? ഏകദേശം ഫുള്ളും നമ്മൾ ഈ വിഷയം നടത്താനായിട്ടില്ല. എന്നാലും നമുക്ക് നേരത്തെ പോകണോ ഇന്ന്? അതെ, അത് തന്നെ. പോവാം നമുക്കെന്നാ. അങ്ങനെ ഇന്നത്തെ പരാക്രമം കഴിഞ്ഞ് നമുക്ക് നാളെ കാണാം. നാളെ കാണാം. അല്ലേ, നമ്മളൊരു 100 ഡേയ്സ് അല്ലേ ഇന്ന്? ദീപ കറക്റ്റ് 100 ഡേയ്സ് കഴിഞ്ഞു അല്ലേ? 30 ഡേയ്സ്, സോറി. കറക്റ്റ് ഞാൻ എൻ്റെ നാട്ടിൽ പോയതുകൊണ്ട് എൻ്റെ ബ്രേക്ക് ആയി. ബിറ്റ്വീൻ ഇത് വന്നു. എനിക്ക് 26 ആയിട്ടുള്ളൂ. ദീപക്ക് നേരത്തെ 30. അതെ, ഞാൻ 26 ആട്ടോ. അപ്പൊ ഞങ്ങള് പോവാണേ. ബൈ, നാളെ കാണാം. ഹലോ എവ്രിബഡി. എവിടെ ഗുഡ് മോർണിംഗ് പറടാ. എടാ ഗുഡ് മോർണിംഗ് പറടാ. ഞാൻ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. ഒന്ന് ഡ്രസ്സ് മാറിയെങ്കിൽ വാവനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗം വാവനെ കുളിപ്പിച്ചു. അല്ലെങ്കിൽ ഞാൻ സമയം കണ്ടെത്തില്ല. നമ്മൾ കുളിപ്പിച്ച് തീർത്താമേ. അപ്പൊ വാവനെ കുളിപ്പിച്ചു. ഏട്ടൻ എണീറ്റിട്ടില്ല കേട്ടോ. പിള്ളേർ രണ്ടുപേരും കൂടി ഭയങ്കര കളിയാ. പിന്നെ ഞാൻ പൂരി ഉണ്ടാക്കാൻ വേണ്ടി പോകാം. പൂരി ആണ് നമുക്ക് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ നിങ്ങൾ ഒരു ദിവസം നമുക്ക് പൂരി ആയിരിക്കും. അപ്പൊ ഇന്നലെ നമുക്ക് പുട്ടും കടലായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് പൂരിയാണ്. സോ നമുക്ക് പൂരിക്ക് കുഴക്കാൻ പോവാം. രണ്ടും കൂടി ക്രിക്കറ്റ് കളിക്കാൻ അവിടെ രാവിലെ. TV കേട്ടാ സൂക്ഷേ. ആ അമ്മ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തെന്റെ വിശേഷം? നല്ല വിശേഷം. നല്ല ക്ലൈമറ്റ് അല്ലേ അമ്മ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ മാറി. എനിക്ക് 2 വർഷമായിട്ട് ബാംഗ്ലൂർ മറന്നുപോയി. ബാംഗ്ലൂരിന്റെ സ്വന്തം ക്ലൈമറ്റ് വന്നതുപോലത്തെ ക്ലൈമറ്റ് വന്നല്ല, അതിനേക്കാളും നല്ല ക്ലൈമറ്റ്. ചൂടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അത് തന്നെ. നല്ല കാറ്റും നല്ല തണുപ്പും. കാറ്റ് എന്ന് പറഞ്ഞിട്ടല്ലോ കൊടുങ്കാറ്റാണ്. തുണിയാ തുടങ്ങിയുള്ളത് നന്നായിട്ട്. അതെ, അതെ, നല്ല കാറ്റാണ് കേട്ടോ. അത് നമുക്ക് ഇവിടെ ഭയങ്കര കാറ്റ് കൂടുതലാണ്. അല്ലെങ്കിൽ ഭയങ്കര കാറ്റാണ്. കാറ്റും
തണുപ്പ് നല്ല വൈകുന്നേരമൊക്കെ നമ്മൾ രാത്രി ഇടയ്ക്ക് നടക്കാൻ വേണ്ടി പോച്ചയ്ക്ക് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഇപ്പൊ ഇങ്ങനെ ചില്ലിങ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ചെവിന്റെ ഈ ക്യാപ്പൊക്കെ വെച്ചിട്ട് പോകും, അത്രയ്ക്കും തണുപ്പുണ്ട്. അപ്പൊ നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് തോന്നുന്നുണ്ട്, അറിയുന്നുണ്ട്, എല്ലാ ന്യൂസൊക്കെ നോക്കുന്നുണ്ട്. സേഫ് ബി സേഫ് എവരിബഡി. കുറവാണ്. അതെ, ഹോളിഡേ ഒക്കെ ആണല്ലോ കഴിഞ്ഞ ആഴ്ചയൊക്കെ. അപ്പൊ നാട്ടിലെ മഴ വരുമ്പോൾ നമുക്കൊരു തണുപ്പ് വരും കേട്ടോ. അങ്ങനെ ഉണ്ട്, കുറച്ച് ഇങ്ങനെ എഫക്ട് ഉണ്ടാവും, നമുക്ക് കുറച്ച് മഴയൊക്കെ ഇട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കുറച്ച് മഴയുണ്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. ഇടയ്ക്ക് മഴ പെയ്യാറുണ്ട്, നല്ല സുഖമാണ്. രാത്രി കിടക്കാൻ എന്ത് രസം അറിയോ, സോക്സ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് എടുക്കാം, സ്വെറ്റർ ഒക്കെ ഇട്ടിട്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പൂരിപ്പണിയിലേക്ക് കിടക്കാം. അവിടെ രണ്ടും കൂടി ഭയങ്കര കളിയാണ്, ക്രിക്കറ്റ് കളിക്കാൻ വീടിന്റെ അകത്ത്. എന്തോ വീട് TV ഒക്കെ എന്റെ കൈ ഓർക്കുള്ള എനിക്ക് പേടിയാണത്. കളിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി എന്തൊക്കെയാണെങ്കിലും. അപ്പൊ നമുക്ക് ആ സമയത്ത് പൂരിയാക്കാം. എടാ സൂക്ഷിക്കണേ. നമ്മളെല്ലാവരും ഇവിടെ ഭയങ്കര പണിയാണ്. മൂത്തതും ഇളയതും ചെറുതും മൈനറും മേജറും പൂരി ഉരുട്ടിക്കൊണ്ടിരിക്കണ ഞങ്ങൾ അല്ലേ. പേടിയാണ് ഓക്കെ. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ചൂട് ഉണ്ടപ്പൂരി ഉണ്ണിക്കുട്ടി ഇവിടെ കഴിച്ചു തുടങ്ങി. പിന്നെ നല്ല പൊട്ടറ്റോ കറി ഉണ്ട്, നമുക്കിനി കഴിക്കാം. ഹലോ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാട്ടോ. ഉണ്ണിക്കുട്ടിക്ക് എക്സാം ആണ്, അതായത് യൂണിറ്റ് ടെസ്റ്റ് ആണ് നെക്സ്റ്റ് സാറ്റർഡേ തൊട്ട്. ഈ പ്രാവശ്യം പീരിയോഡിക് ടെസ്റ്റ്. ശരി, അപ്പൊ പീരിയോഡിക് ടെസ്റ്റ് ആണ്. അപ്പൊ ഈ പ്രാവശ്യം അതായത് 4th സ്റ്റാൻഡേർഡ് അല്ല, 4th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്കും അവന് എല്ലാ സബ്ജക്ട്സിനും എക്സാം ഉണ്ട്. അതായത് സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ്, കന്നഡ, ഹിന്ദി എല്ലാത്തിനും അതായത് ടൈം ടേബിൾ പോലെ എക്സാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയതാണ്, അല്ലെങ്കിൽ ശരിയാകുകയല്ല അല്ലേ ഉണ്ണി? ഇന്നലെ ഞങ്ങൾ സയൻസ് പഠിച്ചു, ഒരു ചാപ്റ്റർ ഒക്കെ ഉള്ളു. ഇപ്പൊ ഫസ്റ്റ് മന്ത് ആയാലേ ഉള്ളു തുടങ്ങിയിട്ട്. അപ്പൊ നമ്മൾ ഒരു ചാപ്റ്ററും 2 ചാപ്റ്റർ അത്രയൊക്കെ മാക്സിമം. അപ്പൊ നമ്മൾ പ്ലേ പഠിച്ചു പോയില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പൊ നമുക്ക് പഠിക്കാം. ഓക്കെ, ഒത്ത നടുക്കൂടെ ഒരെണ്ണം കയറി ഇരിക്കണുണ്ടോ പഠിപ്പിക്കാൻ വേണ്ടി? ഹലോ, പോലീസുകാർക്ക് എന്താ വീട്ടിൽ കാര്യം? പോളാ, പോലീസുകാർക്ക് എന്താ വീട്ടിൽ കാര്യം? അതാണല്ലേ, കയറി ഇരിക്കണം. ഇതാണ് പഠിച്ചോണ്ടിരിക്കണത്. അതെ, നമ്മൾ പൊതുവെ വീട്ടില് പിള്ളേരുള്ള ആൾക്കാർക്കുള്ള ഒരു ചെറിയൊരു ഗിൽറ്റ് ഉണ്ടാവും നമ്മൾ ന്യൂട്ടെല്ല വാങ്ങിക്കുമ്പോൾ. ന്യൂട്ടെല്ല ഈസ് ആക്ച്വലി വെരി ടേസ്റ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്കത് കഴിക്കാൻ വേണ്ടി ഒരു ഗിൽറ്റ് ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനത്തെ ഗിൽറ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, ബിക്കോസ് ഇറ്റ്സ് ഒബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് ഹെൽത്തി, അത് പറഞ്ഞേ പറ്റുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാന്നുള്ളൊരു ബ്രാൻഡാണ് നോട്ട് എ സിൻ. ഓക്കെ, നോട്ട് എ സിൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് 30% മോർ കോക്കോ ഉണ്ട്, മോർ നട്ട്സ് ഉണ്ട്, നോ ആഡഡ് ഷുഗർ ആണ്, സ്റ്റീവിയയും പിന്നെ ജാഗ്രിയുമാണ് ഇതിന്റെ അകത്ത് പഞ്ചസാര ലൈക്ക് മധുരമായിട്ട് യൂസ് ചെയ്യുന്നത്. അവർ വേറെ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ, ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോ നമ്മുടെ ഈ കേടായിട്ടുള്ള ഷുഗർ ഒന്നും ഇതിൻ്റെ അകത്തില്ല, സേഫ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊള്ളുന്നത്. അപ്പൊ ഒരു ന്യൂട്ടെല്ലയ്ക്ക് ഒരു ഹെൽത്തി ഓപ്ഷൻ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ദിസ് വൺ, നോട്ട് എ സിൻ. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ആമസോണിൽ കണ്ടുപിടിച്ച ഒരു ബ്രാൻഡുണ്ട്. ആമസോണിൽ യു വിൽ ഗെറ്റ് ലൈക്ക് കുറെ അടിപൊളി ഞാൻ വായിക്കൊണ്ട് പോകില്ല, എന്റെ പൊന്നെ ഇതിപ്പോ തീർക്കുന്നു. നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കുറെ സാധനങ്ങളുടെ ഓപ്ഷൻ കിട്ടും. അപ്പൊ ഞാൻ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല സാധനങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെന്ന് എനിക്ക് തോന്നിട്ട്. ഇപ്പൊ 2 ദിവസം മുന്നേ വന്നോളൂ. ടേസ്റ്റും നല്ലതാ. എടാ എക്സാക്ട്ലി ലൈക്ക് ന്യൂട്ടെല്ല അല്ലല്ലോ ഇതിന്റെ ടേസ്റ്റ്, ബട്ട് ഇറ്റ്സ് നൈസ് അല്ലേ? അത് ഭയങ്കര നല്ല ടേസ്റ്റ് ആണ്. എക്സാക്ട് ന്യൂട്ടെല്ല തന്നെയല്ല, പക്ഷെ ബിക്കോസ് ന്യൂട്ടെല്ല നിറച്ച് പഞ്ചസാരകളും അതും ഇതുമൊക്കെ ഉള്ളത് കൊണ്ടാണ്. ബട്ട് ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല സാധനമാണ്. അധികം റേറ്റും ഇല്ല. 300, എനിക്ക് ഓഫർ കഴിഞ്ഞിട്ട് 300 സംതിങ് രൂപയ്ക്കാണ് കിട്ടിയത്. 450 രൂപയാണ് അതിന്റെ MRP. പക്ഷെ 381 അങ്ങനെ എന്താണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ നോക്കുക, നല്ല സാധനമാണ് കേട്ടോ. അപ്പൊ ഉണ്ണിക്കുട്ടീനെ എനിക്ക് 12 o'clock വരെ പഠിപ്പിക്കണം. പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് പോകുകയാണെന്ന് ഞാനും അനുവും കൂടി ഉള്ളൊഴുക്ക് മൂവി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താണ് വാട്ട് ഇസ് റോങ്? ഉള്ളൊഴുക്ക് മൂവിക്ക് പോവാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് ഞങ്ങളുടെ ഷോ വന്നിട്ട് 1:30 എന്താണ് ഷോ. അപ്പൊ നമ്മളിവിടെ നിന്ന് ഫീനിക്സിലായതുകൊണ്ട് നമുക്ക് നേരത്തെ പോകണം. ഞാൻ സ്കൂട്ടറിലേക്ക് മോസ്റ്റ്ലി പോകണ്ടാവാം.
അപ്പൊ ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അനുവിന് ഡിക്കാത്തറിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 12 o'clock വരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു, ഇന്നലെ സയൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മാത്സിലേക്ക് കടക്കുകയാണ്. പൊരിഞ്ഞ ഇവിടെ എന്തൊരു ചൈതന്യം, എവിടെ ഈ ചൈതന്യം നോക്കട്ടെ ശരിക്കും, എന്തൊരു ചൈതന്യം. അപ്പൊ ഇതിനെ വേഗം പഠിപ്പിച്ചിട്ട് ഇനിയിപ്പോ മാത്സിലേക്ക് കടന്നിട്ട്, മാത്സിൽ ആക്ച്വലി 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉണ്ണിക്കുട്ടി ഇവിടെ നിന്ന് ഗുഡ് ബോയ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ഉണ്ണിക്കുട്ടി, ഞാനപ്പോ കുളിക്കാൻ പോവാം. കുളിച്ചിട്ട് വരാം കേട്ടോ, വേഗം പഠിച്ചോ. ഞാനിപ്പോ കുളിക്കാൻ പോയിട്ട് കുളിച്ചിട്ട് റെഡി ആവാൻ വേണ്ടി പോവാണ്. ബിക്കോസ് ഓൾറെഡി 12 o'clock ആയി. പിന്നെ എനിക്ക് റെഡി ആയിട്ട് വേണം കഴിച്ചിട്ടും ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1:15 അനു അവിടെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ താളം ചവിട്ടി ശരിയാവില്ല. പിന്നെ ഫിനിക്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇനിയിപ്പോൾ സൺഡേ അല്ലേ, ഭയങ്കര തിരക്കായി. അപ്പോൾ ട്രാഫിക്കിന് പാർക്കിങ്ങും ട്രാഫിക്കും നല്ലോണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങാൻ വേണ്ടി വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുളിക്കട്ടെ. എനിക്കാണെങ്കിൽ എന്തൊരു മൂടില്ല, ബിക്കോസ് എൻ്റെ സ്പീക്കറിൻ്റെ ചാർജ് തീർന്നു. അപ്പോൾ അതല്ല മൂടില്ലാത്തത്, ചാർജർ കാണാനില്ല, കേബിൾ കാണാനില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ പാട്ടില്ലെങ്കിൽ ഒരുമാതിരി മറ്റേ ഡ്രഗ് കിട്ടാത്ത അവസ്ഥയാണ്, മനസ്സിലായ? ഡ്രഗ് കിട്ടാത്ത ആൾക്കാർക്ക് വിറവല് വരില്ലേ, അതുമാതിരത്തെ അവസ്ഥയായിരിക്കും എനിക്ക് പാട്ടില്ലെങ്കിൽ. അപ്പൊ എനിക്ക് ആകെ ഒരു മൂഡ് എൻ്റെ ഓഫായി, മനസ്സിലായ? ഐ എം ജസ്റ്റ് ഡൺ. എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാൻ അവിടെ. എന്തൊരു ലൈക്ക് ഐ എം സോ മച്ച് കണക്റ്റഡ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ പാട്ട് ചാർജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, പാട്ട് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആകെ പിസ്റ്റ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ കുറെ നേരം ഇവിടെ തപ്പണത്, തപ്പിട്ട് ചാർജർ കാണാത്തതുകൊണ്ട് എനിക്ക് ആകെ മൂഡ് കംപ്ലീറ്റ് ഓഫ് ആയിട്ടിരിക്കുകയാണ് എനിക്ക്. അപ്പോൾ ഞാൻ കുളിക്കട്ടെ, ഞാൻ സംസാരിച്ചൊന്നും ശരിയാവില്ല. ഇൻ ബിറ്റ്വീൻ എനിക്ക് അപ്ഡേറ്റ്സ് ഒന്നും തരാൻ പറ്റിയില്ല കേട്ടോ, ബിക്കോസ് ഞാൻ കുളിച്ചു, ലേറ്റായി. അനു ഇറങ്ങുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങുകയും ചെയ്തു വീട്ടിൽ നിന്ന്. അപ്പോൾ കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കഴിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇനി ലേറ്റ് ആവും. പക്ഷെ ഞാൻ നേരത്തെ എത്തി, അതാണ് അതിനേക്കാളും വലിയ കോമഡി. ഓക്കെ, 1:15 എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ 1:07 ഇവിടെ എത്തി. ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്താണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവുന്ന പറയുന്നുള്ളത് ഞാൻ വേഗം ഇറങ്ങി. അനു ഇറങ്ങിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ PVR നോക്കട്ടെ. ഞാൻ ഇവിടെ എത്തിയിട്ടോ, അനു എത്തിയിട്ടില്ല. അനു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണുള്ള അകത്തെത്തി. ഐ മീൻ അകത്ത് കൂടി കയറിയിട്ട് പുറത്ത് കൂടി വരും. അങ്ങനെയൊക്കെയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കയറിയിട്ട് ഇങ്ങോട്ട് വരാം. ഇങ്ങനെ ഈ ചെക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം സൈഡിലൊരു എക്സിറ്റ് ഉണ്ട്, അതിൽ കൂടി ഇറങ്ങി വരണം. അല്ലാതെ നമുക്ക് ജസ്റ്റ് പുറത്താണ്, സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് മാതിരിയാണ് PVR എങ്കിലും അങ്ങനെ നമുക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ യൂഷ്വലി പാവം എപ്പോഴും എനിക്ക് വേണ്ടി വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് പതിവ്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എത്തി, സമാധാനമായി. എന്നിട്ട് വേണം വല്ലതും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ വിശക്കണുണ്ടോ എന്നൊരു സംശയം. പൂരിയൊക്കെ അടിച്ച് കയറ്റിയത് കൊണ്ട് അങ്ങനെ വലിയ വിശപ്പൊന്നുമില്ല, എന്നാലും വിശന്നാലും നോക്കട്ടെ. നമ്മളുടെ താരമെത്തി. ഇവർക്ക് കണ്ടിട്ട് എല്ലാ വീക്കെൻഡും ഇവിടെ തന്നെ ഒരു കാര്യമില്ല. ഞങ്ങൾ നിർത്തുന്നല്ലെന്ന്. അതെ, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇവിടെ ബോറടി മാറ്റുന്ന കാര്യമുള്ളതൊക്കെ ആകെ വീക്കിലൊരു ദിവസം കിട്ടുന്നത്. ഇവിടെ നാട്ടിൽ പോയി 2 ആഴ്ചത്തേക്ക് ചെന്നു. ഞാൻ എന്ത് ചെയ്യും? 5-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ ഞാനില്ല. ഞാൻ നാട്ടിൽ പോവാം. എന്റെ ഹോളിഡേ, എന്റെ വെക്കേഷൻ ഇഷ്ടാവുന്നില്ല. പ്രതികരിക്കുകയാണ് ഞാൻ, പ്രതികരിക്കുന്നില്ല ഇതിനൊന്നും ഞാൻ. അകത്തോട്ട് കയറട്ടെ. സ്ക്രീൻ ഏതാന്ന് നോക്കിയിട്ട് നമ്മൾ അകത്തേക്ക് കയറാൻ പോവാം. നമ്മള് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോപ്കോൺ വാങ്ങിക്കാന്ന് വിചാരിച്ച് മിക്സ് ചെയ്യണ്ട. സാറൻ ക്രീമൻ അണിയനും പിന്നെ നട്ടി ടക്സലും കൂടെ മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മളുടെ പോപ്കോൺ കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ട് ടേസ്റ്റാണ്. 47,000 BCന്റെ നട്ടി ടക്സഡോ അല്ലെങ്കിൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. പക്ഷെ നമ്മൾ നട്ടി ടക്സഡോ മാത്രം എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തിന്നിരില്ല. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തു. എൻ്റെ ഔട്ട്ഫിറ്റും കൂടി കാണിച്ചേക്കാവേ. ഈ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ടോപ്പ് വന്നിട്ട് സുഡിയോ എന്നാണ് കേട്ടോ. 499 എന്തോ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മുഴുവൻ ബട്ടനാണ്, പക്ഷേ കുറച്ച് ഡീപ്പ് നെക്കാണ്. ഡീപ്പ് നെക്ക് ഇടുമെങ്കിലും ഓക്കെയാണ്, എനിക്കിഷ്ടമാണ് ഡീപ്പ് നെക്ക് ഇടാൻ. ഇത് ജിമ്മിലിടാൻ വേണ്ടി വാങ്ങിച്ച പാൻറ്റാണ്. ട്രാക്സ് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി. സ്റ്റുഡിയോൻ്റെ ഷൂസ്, സ്റ്റുഡിയോൻ്റെ ഷൂസാണ് ഇത്. ട്രാക്സിൻ്റെ കൂടെയാണ് ഞാൻ പെയർ ചെയ്തേക്കുന്നത്. ടോപ്പ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ആൻഡ് ഇത് ഗോവയിൽ നിന്ന് വാങ്ങിച്ച ബാഗ് വിത്തായിരുന്നു. നമ്മള് റിക്ലൈനറിലാണ് അനു ഷെയ്ക്കിന്റെ കൂടെ സിനിമയ്ക്ക് വന്നേക്കണേ. അനു ടിക്കറ്റ് എടുത്ത കേട്ടോ.
ബഹളം. അതിനോട് ടിക്കറ്റ് എടുത്തത് അവിടെ എത്ര രൂപയും അതൊക്കെ നീ വീട് സാലറി റിച്ച് ഭയങ്കര ഷെയ്ക്കിന്റെ സ്വഭാവം. കാശൊക്കെ നീ ഇവിടെയൊക്കെ സിമ്പിൾ ആണ്. ഹലോ കുട്ടികളെ, ഹലോ, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? മൂവി കൊള്ളാം, പക്ഷെ കുറച്ച് റൊമാൻറ്റിക് എന്താ പറയാ, ഉള്ളൊഴുക്കുന്നതെന്ന് കേട്ട് ഇവരുടെ കരച്ചിൽ ഫേസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നിയായിരുന്നു ഇവരൊക്കെ സിനിമയെന്ന്. പക്ഷെ നമുക്കിങ്ങനെ ഭയങ്കര ഒരു ഹെവി ഹാർട്ടായിട്ട് അല്ലേ, അല്ല പക്ഷെ ഭയങ്കരമായിട്ട് നമ്മളെ സിറ്റുവേഷൻ എല്ലാവരുടെയും സിറ്റുവേഷൻസും കുറച്ച് വല്ലാത്ത സിനിമ. കാണാത്ത ആൾക്കാർ പോയി കണ്ടു നോക്കും. ഉർവശി ചേച്ചിയുടെ ഒക്കെ ഒരു അഭിനയം ഉർവശിയുടെ ഭയങ്കര ക്യൂട്ടും അഭിനയമായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളെ നിങ്ങൾ കാണും. ഞങ്ങളിപ്പോ എന്താ ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റല്ലേ, നമ്മൾ ലഞ്ച് രണ്ടുപേരും കഴിച്ചിട്ടില്ല. സോ നമ്മൾ മിക്കവാറും ഫുഡ് കോർട്ടിലേക്ക് ആയിരിക്കും പോണത്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം. കഴിഞ്ഞില്ല ഞങ്ങളുടെ സിനിമയെ പറ്റി ഭയങ്കര 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 ടച്ചിങ് ആയിട്ടുള്ള സിനിമ. സാഡായി, സാഡ് കരച്ചില്ലല്ലോ. ഞാൻ അത് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ പറയാം. നമ്മള് റിക്ലൈനറിൽ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നമുക്ക് കരഞ്ഞ് കിടന്നുകൊണ്ട് കിടന്നു കരയാൻ വേണ്ടി നമ്മള് റിക്ലൈനർ എടുത്തത്. പക്ഷെ കരയൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻസ് അല്ലേ ചിന്തിച്ചു ഭയങ്കരമായിട്ട്. അയ്യോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അയ്യപ്പാ, അതാണ് എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു ചിന്ത വരും. അയ്യോ അത് എല്ലാവർക്കും ഓരോ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അതാണ് അങ്ങനത്തെ ടൈപ്പ് ഒരു മൂവിയാണ്. ചെയ്തു പോണം. ജസ്റ്റ് വാച്ച് ദ മൂവി, ഇറ്റ്സ് വെരി നൈസ്. ഇനി നമുക്ക് ഫുഡ് അന്വേഷിച്ച് പോകാം. ഹലോ, ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അത് തന്നെ അല്ലല്ല, നമ്മൾ ആദ്യം ബർഗർ കിങ് പോയി, സീറ്റില്ല. ബഫലോ വൈറ്റ് വിങ്സ് പോയി, സീറ്റില്ല. ഫുഡ് കോർട്ടിൽ പോയി, സീറ്റില്ല. അങ്ങനെ ഞങ്ങൾ ചായിൽ വന്നേക്കാണ്. അതെ, ചായയിൽ നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്. ഇവൻ ആദ്യമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ജാപ്പനീസ് ഫുഡിന്റെ ഫാൻസാ. വി ലവ് സൂഷി. നിനക്ക് ഇഷ്ടമാ? അത്ര സെറ്റ് ആയില്ല അവിടെ നിന്ന് കഴിച്ചപ്പോഴത്തേക്കും. പിന്നെ ഞാൻ അത് ട്രൈ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടില്ല. അനു അങ്ങനെ ആദ്യം ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനും കിരണും ഉണ്ണിക്കുട്ടിയൊക്കെ സൂഷിന്റെ ഭയങ്കര ഫാൻ. നമ്മൾ എഴുതി കാണിച്ചാൽ നമ്മളവിടെ വീഴും. അത്രയ്ക്ക് നമുക്ക് ഭ്രാന്താണ് സൂഷി. അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഡംപ്ലിങ്സും ഡിംസം എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്നപ്പം ഇവിടെ സീറ്റ് അവൈലബിൾ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കയറി കേട്ടോ. അപ്പൊ നമ്മൾ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. യൂഷ്വലി എപ്പോഴും കിരണിന്റെ കൂടെ വന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. കിരണാണ് ഓർഡർ ചെയ്യാറ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഐ മീൻ അനുവിന് ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് അതിനെ അറിയില്ല. ഞാൻ വന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഇപ്പൊ നമ്മൾക്ക് പണി കിട്ടി. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ട് കാണിച്ചതേ. നമ്മളുടെ സൂഷി വന്നിരിക്കുകയാണ്. സൂഷി കുട്ടൻ എക്സൈറ്റഡ് കുട്ടി. എടുക്ക്, നീ കഴിക്കണം, നോക്കട്ടെ. ശരി, ആയിക്കോട്ടെ. നമ്മൾ ചോപ്സ്റ്റിക്ക് ഇങ്ങനെ എടുക്കുക. ചോപ്സ്റ്റിക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം വേണ്ട നമ്മൾ ഞമ്മന്ന് കഴിക്കാം. പോട്ടെ അനുവിന്റെ പ്രോത്സാഹിപ്പിച്ചെടുക്കണേ. കടി അടിപൊളിയല്ലേ? അങ്ങനെയുണ്ട് അല്ലേ? എന്റെ ഭയ ഫുള്ള് ഞാൻ നിറഞ്ഞു. അതെ, സൂപ്പർ അല്ലേ? നല്ലത് ഇവിടെ നല്ലതാ. ചാച്ചാ ഹായ് കുട്ടികളെ, ഞങ്ങളങ്ങനെ ചാച്ചാന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച്. അയ്യോ വയറൊക്കെ വരുന്നുണ്ട്. അതെ, ഭയങ്കര സ്പൈസി. ഇനി നമ്മളിവിടെ നമ്മൾ വണ്ടി എടുക്കും. എന്നിട്ട് നമ്മൾ ഡിക്കാത്തലാണ് പോകും. ബിക്കോസ് അനുവിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അതെ, അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. അപ്പൊ നമ്മൾ ബേസ്മെന്റ് നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണേ. ടീഷർട്ട് പർച്ചേസ് ചെയ്യാനുണ്ടോ? ടീഷർട്ട് അതെ, അപ്പുറത്തെ സൈഡ് വേറെ കളേഴ്സിൽ നോക്കാം. അത് തന്നെ അത് ലാർജ് സെക്ഷന്. നമ്മുടെ ബാംഗ്ലൂരിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ഡിക്കാത്തലൺ
നെക്സസ് ശാന്തിനികേതൻ അല്ലെങ്കിൽ ഫീനിക്സ് ഇവിടെ ഉണ്ടാവും. വീട്ടിലില്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കുണ്ടെന്ന് പൂരത്തിൻ്റെ ആളാണ്. ഞാനും ദീപയും കൂടി നമ്മൾ ആരും ഉണ്ടായിരുന്നില്ല വർക്കിംഗ് ഡേയ്സിൽ വന്നിട്ട്. ഞാൻ അവളെ എന്താ പ്രോത്സാഹിപ്പിക്കുകയാണ് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട്. ഷോർട്സ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നീ എടുക്ക്. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. എടാ ഭയങ്കര സുഖമാണ് ഇട്ട് വർക്കൗട്ട് ചെയ്യാൻ. എന്തിനാണ് അല്ലെങ്കിൽ നീ വീട്ടിലിട്. ഇരിക്കട്ടെ അങ്ങോട്ട്. നല്ല നല്ല രസമുള്ളതൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ കാണാൻ. യെസ്, നമ്മളപ്പോ ഷോപ്പിംഗ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണം ഇവിടെ. എന്തായി വല്ല നടക്കോ? നീ സമാധാനം എടുത്ത് നോക്കിക്കോ. ഇനിയിപ്പോ എന്താ നീ നോക്ക്, സമാധാനം ഉണ്ടല്ലോ. നല്ല ഭംഗിയുണ്ടാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ബില്ലിങ്ങിന് നിന്ന സമയത്ത് ഭയങ്കര മഴ പെയ്തിട്ടാ. പക്ഷെ ഭയങ്കര മഴയല്ല, ചെറിയ മഴയാണ് പെയ്തത്. ഭാഗ്യത്തിന് നമ്മൾ ബില്ലിങ് ചെയ്ത് ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ നമുക്ക് സെൽഫ് ബില്ലിങ് ചെയ്യാം, പക്ഷെ അവിടെയൊക്കെ എന്തോ ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് ഇരിക്കാം. അതുകൊണ്ട് നമുക്ക് സെൽഫ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല, ബിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. എനിക്കിപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊന്നും ക്യൂ ഒന്നും ഇപ്പോൾ നിൽക്കാത്തത് കൊണ്ട്, ഞാൻ നിൽക്കാറില്ല ക്യൂ. നമ്മളിനി സെൽഫ് ബില്ല് ചെയ്യും, അല്ലെങ്കിൽ എല്ലാം ഓൺലൈൻ പേയ്മെന്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ക്യൂ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷമ നശിക്കുന്നത് പോലെ തോന്നി. അതൊക്കെ ഒരു ബാഡ് സൈൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ഫോൺ എടുക്കാണ്ട് മാക്സിമം അവിടെ വർത്താനം പറഞ്ഞ് തന്നെ നിന്നു. അതൊരു പ്രശ്നമാണല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് ബില്ല് ചെയ്തു. പനു അവിടെ ബില്ല് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഇവിടെ മെട്രോയിൽ കയറ്റി വിടും, ഞാൻ വീട്ടിൽ പോകും. കാരണം നമ്മുടെ അടുത്ത പ്ലാൻ. പക്ഷെ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. നിങ്ങൾ കുടിച്ചാൽ കൊള്ളാം. മഴ ചാറുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ബൈ ബൈ. സൺഡേ വെൽ സ്പെൻഡ്. സൺഡേ വെൽ സ്പെൻഡ്. ബൈ ടാറ്റാ. നാട്ടിൽ പോയിട്ട് വാ. നാട്ടിലൊക്കെ പോയിട്ട് അണ്ടിപ്പരും പൗലോസിനെ കൊണ്ടുവരണം. ഞാൻ ബാക്കിയുണ്ടായാൽ മതി. നാട്ടിൽ പോയിട്ട് വരുമ്പോ. യെസ്, അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിക്കാണ് കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞു. 10 മണി 7 മണിയാകുമ്പോൾ എത്തി. പിന്നെ അവിടെ കിരണിന്റെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണേന്നു. സംസാരിച്ചതിന് ശേഷം ഞാൻ എന്റെ മേക്കപ്പ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. എന്താണ് ഇനി ഒന്ന് ഉറക്കം പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ അറിയില്ല, കുറച്ച് ഡിസ്റ്റർബ് സ്ലീപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം. പക്ഷെ 7:45 കേട്ടോ. അതല്ല, അത് നാളെ രാവിലെ കുളിച്ചിട്ട് നല്ല ബേബിയല്ലടി. താട്ട് പോണ്ട. അപ്പൊ അങ്ങനെ വെരി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യണത്. രാത്രി ഞാൻ വാവയുടെ കൂടെ കളിച്ച് കിടന്നിട്ട് ഉറങ്ങിപ്പോയിരുന്നേ. അപ്പൊ അങ്ങനെ എന്താ പറയാനുള്ളത്, നല്ല സൺഡേ ആയിരുന്നു. നല്ല മൂവി കണ്ടു, നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു ഫ്രണ്ടിൻ്റെ കൂടെ, നല്ല ഫുഡ് കഴിച്ചു, കറങ്ങാൻ പോയി, ഷോപ്പിങ്ങിന് പോയി. ഞാൻ ഷോപ്പിംഗ് ചെയ്തില്ല, ഞാൻ വളരെ ഇങ്ങനെ ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് ഇറങ്ങിയതാണ് ഷോപ്പ് ചെയ്യില്ലെന്നുള്ളത്. ബിക്കോസ് ഞാൻ കഴിഞ്ഞ മാസം നന്നായിട്ട് ഷോപ്പ് ചെയ്തായിരുന്നു. ജൂണിൽ ഭയങ്കരമായിട്ട് ഷോപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോപ്പ് ചെയ്തെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തോണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. അപ്പോൾ അങ്ങനെ വെരി നൈസ് ഒരു നല്ല സിനിമ നിങ്ങൾ കണ്ടു നോക്കട്ടെ, നമുക്ക് സങ്കടം. അയ്യോ. അപ്പം അങ്ങനെ ഞാൻ എന്തിട്ടെന്ന് വെച്ചാൽ ഞാൻ വ്ളോഗ് ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ല. വൈകുന്നേരം ഞാൻ 4:30 ലഞ്ച് കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ബാക്കി അങ്ങോട്ടേ എൻ്റെ തലേന്ന് വിട്ടുപോയി വ്ളോഗിൻ്റെ കാര്യം. അപ്പോൾ അതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞത്. സോറി ട്ടാ. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും കിരണ ഓഫീസിൽ പോയി, ഉണ്ണിക്കുട്ടി സ്കൂളിൽ പോയി, വാവ ഉറങ്ങാണ്, അമ്മ ഉറക്കമാണ് അവളെ. എനിക്ക് ഇന്ന് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ കോപ്പി ചെയ്യാനും അങ്ങനത്തെ പരിപാടിക്കും പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റുഡിയോയിൽ പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഓർത്തത് എനിക്കും എൻ്റെ വ്ളോഗിന് എൻഡിങ് ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വേഗം വ്ളോഗ് എൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സൺഡേ വ്ളോഗ് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുണ്ട്. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.